വെൽക്കം ടു ഓൾഡ് മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾഡ് മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 1987 മോഡൽ യമഹ RX100ൻ്റെ ഒരു റെസ്ക്യൂ ആൻഡ് കോൾഡ് സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. അതായത് 10-12 വർഷമായി ഈ വണ്ടി ആരും ഉപയോഗിക്കാത്ത രീതിയിൽ തുരുമ്പെടുത്ത് കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പം നമ്മളെങ്ങനെ അതിന് പുതിയൊരു ജീവിതം കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചിത്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടി കിടക്കുന്ന പിരായിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പാലക്കാട് നിന്നും ഒരു 5-6 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാലുള്ളൊരു ചെറിയൊരു ഗ്രാമമാണ് പിരായിരി. അപ്പോൾ പിരായിരി പോയി നമ്മൾ വണ്ടി എടുത്ത് നമ്മളതിനെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി നമ്മൾ അവിടെ നിന്നാണ് ഇതിന് കോൾഡ് സ്റ്റാർട്ടിങ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമ്മൾ പിരായിരി വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടി ഒരു ഏകദേശം ഇതാണ് കണ്ടീഷൻ വണ്ടിയുടെ. നമ്മൾ ആദ്യഘട്ടം കാണുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. വണ്ടി എനിക്ക് തോന്നുന്നു തികച്ചും തുരുമ്പും മണ്ണും ചളിയും ഗ്രീസും എല്ലാം പിടിച്ച് വളരെ മോശമായൊരു കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയ്ക്കും മോശമായൊരു കണ്ടീഷനാണോ നമുക്ക് അത് അറിയാൻ പറ്റിയില്ല ആദ്യമായി കാണുമ്പോഴുള്ള അവസ്ഥയിൽ. പക്ഷേ വണ്ടി പൂർണ്ണമായും ഒറിജിനൽ അവസ്ഥയാണ്. അതായത് സിംഗിൾ ഓണർ വണ്ടിയാണത്. വണ്ടി അങ്ങനെ ആരും കൈമാറി ഉപയോഗിച്ചിട്ടില്ല, ഒരാൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വണ്ടിയാണത്. ചില സാങ്കേതിക കാരണങ്ങളായി 10-12 വർഷം അവർ വണ്ടി തീരെ ഉപയോഗിക്കാത്ത അവസ്ഥയിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിനെ എടുത്ത് പാലക്കാട് കൊണ്ടുപോകണം. ഒരു വണ്ടി വിളിച്ച് പാലക്കാട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. അതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ കയറെല്ലാം ഇട്ട് മുറുക്കി വണ്ടീനെ നമ്മൾ തിരിച്ച് പാലക്കാട്ടേക്ക് കൊണ്ടുപോകണം. ഇവിടുന്ന് ഏകദേശം 5-6 കിലോമീറ്റർ വരും നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വണ്ടിയിലെ ചെതലും ഗ്രീസും തുരുമ്പും വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മുടെ വണ്ടി. പക്ഷെ എന്നിരുന്നാലും കൈവിടാൻ തോന്നിയില്ല. കാരണം 1987 ഒറിജിനൽ ജപ്പാൻ മോഡലാണ് ഈ വണ്ടി. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഇത്രയും ഒറിജിനൽ ആയിട്ടുള്ളൊരു വണ്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് പാലക്കാടിലെ കോട്ട മൈതാനം. ഇവിടുന്ന് ഒരു 200 മീറ്ററാണ് നമ്മുടെ വർക്ക്ഷോപ്പിലേക്കുള്ളത്. ഏകദേശം സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരും നമ്മുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ ഏകദേശം വർക്ക്ഷോപ്പിൽ എത്താറായി. ലെഫ്റ്റ് അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എല്ലാ വർക്കുകളും നടക്കുന്നത്. നമ്മുടെ എല്ലാ ബൈക്ക് രജിസ്ട്രേഷനും ഇവിടെ നിന്നാണ് ചെയ്യാറ്. എന്താ മുരളിയേട്ടാ? അപ്പോൾ ഈ വരുന്നതാണ് നമ്മുടെ മുരളിയേട്ടൻ. ഇതാണ് നമ്മുടെ മെക്കാനിക്. അപ്പോൾ ആളുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ വണ്ടി പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇനി നമ്മൾ അതിനൊരു വാട്ടർ സർവീസിന് കൊണ്ടുപോയിരിക്കുകയാണ്. ഒന്ന് ചളിയും അതിൻ്റെ തുരുമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാനായി അടുത്തുള്ള സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി വണ്ടി ഒന്ന് വൃത്തിയാക്കുകയാണ്. പക്ഷേ വെള്ളം തട്ടിയോടെ വണ്ടിയുടെ ഒരുവിധമൊക്കെ മണ്ണും ചളിയൊക്കെ പോയി. വണ്ടിയുടെ
ആ ഒരു ടാങ്ക്, അതിൻ്റെ സൈഡ് പാനലിൻ്റെ ഒക്കെ ഒറിജിനൽ പെയിൻറ്റും വലിയ മോശം പറ്റിയിട്ടില്ല ശരിക്കും പറയുമ്പോൾ. 10-12 വർഷത്തെ മണ്ണും ചളിയും പൊടിയാണെന്ന് നമ്മളിവിടെ അടിച്ച് വൃത്തിയാക്കാൻ പോകുന്നു. വണ്ടിയുടെ ഫ്രണ്ട് മഡ് ഗാർഡിലും അതുപോലെ തന്നെ ക്രാഷ് ഗാർഡ്, നട്ട് ബോൾട്ട്, സാരി ഗാർഡെല്ലാം നന്നായി തുരുമ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും റീക്രോം ചെയ്യേണ്ട അവസ്ഥയിലാണ്. ബാക്ക് മഡ് ഗാർഡ് വലിയ പ്രശ്നമില്ല, പിന്നെ 2 റിമ്മും പൂർണ്ണമായും തുരുമ്പിൽ നശിച്ചു പോയിരിക്കുന്നു. ഇതും നമ്മുടെ ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ 2 മാസം മുന്നേ ഫുൾ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. 1990 മോഡൽ RX100 ആണിത്. ഇതും ഫുൾ രജിസ്ട്രേഷൻ ആയിരുന്നു. വണ്ടിയുടെ ഇപ്പോൾ ബ്രേക്കിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞു. നല്ല പെർഫോമൻസ് വരുന്ന വണ്ടിയാണിത്. അപ്പോൾ ഏകദേശം സർവീസ് എല്ലാം കഴിഞ്ഞു. ഇനി വണ്ടിയുടെ എയർ ഒന്ന് ചെക്ക് ചെയ്യണം. കാറ്റ് അടിച്ച് വണ്ടീനെ തിരിച്ച് തള്ളി വർക്ക്ഷോപ്പിലേക്ക് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ വണ്ടിയുടെ എയറെല്ലാം അടിച്ചു, എല്ലാം ക്ലിയറായി, വലിയ കുഴപ്പമൊന്നുമില്ല. ടയറൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല. ഫ്രണ്ട് ടയർ പുതിയ ടയറാണ്, അധികം ഓടിയിട്ടില്ല. ബാക്ക് ടയറിൻ്റെ അവസ്ഥ മോശം തന്നെയാണ്. അപ്പോൾ കാർബറേറ്ററാണ് ഇനി അടുത്ത നമ്മുടെ പ്രശ്നം. കാർബറേറ്ററിൻ്റെ പൈലറ്റ് ജെറ്റ് ഫുൾ ബ്ലോക്കാണ്. ഇപ്പോൾ കാർബറേറ്റർ ഒന്നുകൂടി നമ്മൾ വാട്ടർ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകണം. എയറെല്ലാം അടിച്ച് ആ ബ്ലോക്കെല്ലാം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. ഇതിൻ്റെ കാർബറേറ്റർ ഒറിജിനൽ ജപ്പാൻ കാർബറേറ്ററാണ്, അതൊന്നും അവർ മാറ്റിയിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരു ലക്കാണ് ശരിക്കും. ഒറിജിനൽ ജപ്പാൻ കാർബറേറ്ററൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ വാങ്ങാൻ തന്നെ നല്ല കാർബറേറ്ററിന് തന്നെ 10,000-3,500 രൂപയോളം ഇന്ന് നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അത് തന്നെ യൂസ്ഡ് കാർബറേറ്റർ. കണ്ടീഷനൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മൾ കാർബറേറ്ററൊക്കെ വൃത്തിയാക്കി, എയർ ഫിൽറ്റർ ഒന്ന് തൽക്കാലം അഴിച്ചു വെച്ചു, സ്പോഞ്ചൊന്ന് അഴിച്ചു വെച്ചു. പിന്നെ പെട്രോൾ ടാപ്പ് മാറ്റി, പുതിയൊരു ടാപ്പ് ഇട്ടു. ടാങ്കിൻ്റെ ഉള്ളിലും ഒരുപാട് തുരുമ്പാണ്. അപ്പോൾ പുതിയൊരു ടാപ്പൊക്കെ വാങ്ങിച്ച് നമ്മളതിന് ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ കോൾഡ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ തൽക്കാലത്തേക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്. എങ്ങനെ കണ്ടീഷൻ, എഞ്ചിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ തിന്നറൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കി, അതുപോലെ ആക്സിലേറ്റർ കേബിളൊക്കെ ഒന്ന് ഫ്രീ ആക്കി. കേബിളെല്ലാം ജാമായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ ഇനി കാർബറേറ്റർ തിരിച്ച് ബൈക്കിലേക്ക് ഫിറ്റ് ചെയ്യാണ്. അറിയില്ല സ്റ്റാർട്ടാവുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം നമുക്ക്. അതേപോലെ കാർബറേറ്ററിൻ്റെ സ്ലൈഡും തീരെ സ്ലാക്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ലൈഡൊക്കെ വളരെ കറക്റ്റ് ഫിറ്റിംഗ് ആണ്, നല്ല സ്ലൈഡറാണ്, ഒറിജിനൽ സ്ലൈഡാണ് അതിൽ കിടക്കുന്നുണ്ടായിരുന്നത്. അത് നമുക്ക് കണ്ടപ്പോൾ നല്ലൊരു ഭാഗ്യമായിട്ട് തോന്നി. കാരണം കാർബറേറ്ററിലും സ്ലൈഡ് സ്ലാക്കിംഗ് ഒന്നും തീരെ ഇല്ല. അപ്പോൾ എല്ലാം റെഡിയാണ്. സ്പാർക്കും ക്ലിയറാണ്, സ്പാർക്കെല്ലാം വരുന്നുണ്ട്. കോയിലൊന്നും വലിയ പ്രശ്നമില്ല തോന്നുന്നുണ്ട്. സ്പാർക്കെല്ലാം വളരെ കറക്റ്റായിട്ട് സ്പാർക്കിംഗ് ആണ് വണ്ടി. അപ്പോൾ എന്തായാലും ഇതാ സ്റ്റാർട്ടായി വണ്ടി, ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് കിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. അതുമാത്രമല്ല വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോലും വർക്കിംഗ് ആണ്. ഹെഡ്ലൈറ്റ് മീറ്റർ എല്ലാം വണ്ടിയുടെ വർക്കിംഗ് ആണ്. എന്തായാലും ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് രജിസ്ട്രേഷനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം തുരുമ്പാണ് മെയിനായിട്ട് ഇതിൽ, ഒരുപാട് തുരുമ്പാണ് എല്ലാ സ്ഥലങ്ങളിലും.
അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ ചേസസൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത്, അതുപോലെ മഡ് ഗാർഡെല്ലാം ക്രോം ചെയ്ത്, ക്രാഷ് ഗാർഡ്, സൈലൻസറൊക്കെ ഒന്ന് വൃത്തിയാക്കണം. സൈലൻസറും ഒറിജിനൽ 6 ഹോൾ ജപ്പാൻ സൈലൻസറാണ് അതിൽ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് രണ്ടാമതൊന്ന് ക്രോം ചെയ്ത് വണ്ടീനെ നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതാണ് അടുത്ത ലക്ഷ്യം നമ്മുടെ. അപ്പോൾ ഓൾ മദ്രാസ് മോട്ടോർ സൈക്കിൾസ് നിങ്ങൾക്ക് ഇനിയും പഴയ വിൻറ്റേജ് വാഹനങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ ചാനൽ RX100 മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു ചാനലല്ല എന്ന് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. ഇനിയും പഴയ വാഹനങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.